നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ ഒരു ചെറിയ കടയിലാണ്. ഒരു കാർട്ടൂണിസ്റ്റ് നടത്തുന്ന ഒരു കട. എന്നാൽ ഈ കടയ്ക്ക് കാർട്ടൂണുമായോ ചിത്രകലയുമായോ വലിയ കാര്യമായ ബന്ധമൊന്നുമില്ല. എന്താണ് ഈ കട, എന്താണ് ഈ സംരംഭം, ആരാണ് ഇതിന് പിന്നിലെ ആൾ എന്നൊക്കെ നമുക്കൊന്ന് കണ്ടറിഞ്ഞു വരാം. ഇതാണ് നമ്മളെ നേരത്തെ പറഞ്ഞ കാർട്ടൂണിസ്റ്റായ സംരംഭകൻ അനിൽ ചേട്ടൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വന്നത്? കാർട്ടൂണിസ്റ്റ് ആയിരുന്നു അല്ലേ? കാർട്ടൂണിസ്റ്റ് ആണ്. എങ്ങനെയായിരുന്നു കാർട്ടൂൺ ഒരു കരിയറൊക്കെ എങ്ങനെയായിരുന്നു? കാർട്ടൂണ് ഫ്രീലാൻസ് ആയിട്ട് കാർട്ടൂൺ വരയ്ക്കുമായിരുന്നു. ഒരു 10-30 വർഷമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിച്ചിട്ടുണ്ടോ കാർട്ടൂൺ വരയ്ക്കാൻ? കാർട്ടൂൺ വരയ്ക്കാൻ പഠിച്ചില്ല, ഡ്രോയിങ് പഠിച്ചാണ്. ശങ്കുണ്ണി സ്മാരകത്തിൽ, കോട്ടയം ശങ്കുണ്ണി സ്മാരകത്തിൽ. അത് കഴിഞ്ഞ് ഒരു പ്രിൻറ്റിങ്ങിൻ്റെ എല്ലാം കൂടെ കട നടത്തുമായിരുന്നു. അതിനുശേഷം ഒരു 10-12 വർഷം കട നടത്തി. പിന്നെ കാർട്ടൂൺ ആ ഇടയ്ക്ക് സമയത്തും വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം മനോരമ, മംഗളം, എല്ലാ വീക്കിലേക്ക് കാർട്ടൂണുകൾ വരുന്നുണ്ട്. ഹാസ്യകേരളയ്ക്ക് അതൊരു ഫുൾ പേജ് കാർട്ടൂൺ 3 വർഷത്തോളം വരച്ചായിരുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംരംഭത്തിലേക്ക് ഇങ്ങനെ ഒരു പലഹാരക്കടയിലേക്ക് വന്നത്? പ്രിൻറ്റിങ് നിർത്തിക്കഴിഞ്ഞ് ഒരു ബേക്കറി തുടങ്ങി. അപ്പോൾ ആ ബേക്കറിയായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് അപ്പം ബേക്കറി ഐറ്റം പെട്ടെന്ന് ചീത്തയായി പോകുമല്ലോ. അപ്പോൾ അത് ചീത്തയായി പോകുന്ന അത് ഒറ്റ ദിവസത്തെ ആയുസുള്ള സാധനം അങ്ങനെയുള്ള ഇതിന്. അപ്പം അന്നേരം ഒരു മിക്സർ, അങ്ങനെ മിക്സറും പക്കാവട അങ്ങനെ ഒരു ചെറിയ കമ്പനി തുടങ്ങി. പക്ഷേ അത് കണ്ടുപോകാൻ കടം പോകുന്ന കാരണം ഇത് നിർത്തി. അതിനുശേഷം നമ്മുടെ ഒരു കൂട്ടുകാരനോട് കൂടിയാണ് ഇത് തുടങ്ങിയത്. ഇത് ഏത് വർഷം തുടങ്ങിയത്? ഇതിപ്പം 5 വർഷത്തോളം ആണ്. ഈ കഫേ കദളി എന്നുള്ള പേര് എന്താണ്? കദളി എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പത്തിനകത്ത് കദളിപ്പഴമൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ആ കദളിപ്പഴം ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു പേര് കദളി, അങ്ങനെ ഇട്ടൊരു പേരാണ് കഫേ കദളി അല്ലേ? ശരി. ഇതിവിടെ ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? എല്ലാവരും നല്ല അഭിപ്രായമാണ്. കാരണം ഞാനിപ്പം പറഞ്ഞാലും വന്ന ആൾക്കാർ വീണ്ടും വരുന്നുണ്ട്. അപ്പം അത് തന്നെ നമുക്ക് തന്നെ കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതെ. നമ്മുടെ ഈ നാട്ടിലെ ഓട്ടോ ഓടിക്കുന്നൊരു ആളാണ്, ബാബുരാജ് എന്നാണ് പേര്. എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. ഞങ്ങളിവിടെ സന്ദർഭവശാൽ ഇവിടെ കണ്ടതാണ്. ബാബുരാജ് ഇവിടെ സ്ഥലം വരാറുണ്ടല്ലേ? ഇടയ്ക്ക് സ്ഥിരമായിട്ട് വരാറുണ്ട്. മിക്കവാറും ഇവിടെ നിന്ന് രാവിലെയോ ഉച്ചയാറാകുമ്പോഴത്തന്നെ ചെറിയ വിശപ്പുള്ള വരുമ്പോൾ ഇവിടെ കയറും. വൈകുന്നേരം വന്ന് കാപ്പി കുടിക്കും. വീട്ടിലെപ്പുറക്കുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകും. എന്നുവെച്ചാൽ 3-4 വർഷമായിട്ട് ചേട്ടൻ ഇവിടെ സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റേതായ ഒരു വിശ്വാസമുണ്ട് ഇവിടെ വന്ന് കുടിക്കാനും. അതുതന്നെയല്ല, വൃത്തി, നമുക്ക് അതിൻ്റേതായ വൃത്തിയിലും കാര്യങ്ങളിലുമാണ് ചേട്ടൻ ഉണ്ടാക്കുന്നത്. പിന്നെ രുചികരമായ പല എല്ലായിടത്തും കിട്ടത്തില്ലാത്ത പല ആഹാരങ്ങളും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അവർ നിന്ന് വൃത്തിയായിട്ട് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് കാപ്പി കുടിക്കാനുള്ള ഒരു... ഇവിടെ സാധാരണ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതാ ട്രൈ ചെയ്യാറില്ല? എണ്ണപ്പലഹാരമാണോ, ആവിയിൽ പുഴുങ്ങിയ പലഹാരമാണോ, ഏതാണ് നോക്കാറില്ലേ? ഞാൻ ഏത്തക്കാപ്പവും ബോണ്ടായും ഒക്കെ എല്ലാം മേടിക്കും. എന്നാലും ഞാൻ പെട്ടെന്ന് വന്നൊരു നമ്മൾ ഈ ചില ക്ഷീണിച്ച് വരുമ്പം നമുക്കൊരു മധുര ശകലം ചെല്ലുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയാണ് നമ്മൾ ആ ഏത്തക്കാപ്പൊക്കെ, ഒരു കാപ്പി, ഒരു പഴപ്പൊരി അല്ലേ? ശരി. ഇപ്പം നമ്മൾ എത്ര ഐറ്റംസ് ഉണ്ട് നമുക്ക്? 13 അത് ഈ എണ്ണപ്പലഹാരവും ആവി പുഴുങ്ങിയത് ഉൾപ്പെടെയാണ്. 10-17 പലഹാരങ്ങളുണ്ട് അല്ലേ? ഇത് നമ്മുടെ ഒരു ടൈമിംഗ് എങ്ങനെയാണ്? ദിവസത്തിൻ്റെ സമയം എങ്ങനെയാണ്? സമയം രാവിലെ ഒരു 9:30 തൊട്ട് അല്ലെ 10 മണി തൊട്ട് 9 തൊട്ട് തന്നെ പലഹാരങ്ങളെല്ലാം കൊടുത്തു തുടങ്ങും അല്ലേ? ആവശ്യക്കാർക്ക് വൈകുന്നേരം വരെ 7:30 വരെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും തിരക്കേറിയ സമയം ഏതാ? 4 തൊട്ട് 6 വരെ. വൈകുന്നേരം 4. പക്ഷേ അതായത് നമ്മുടെ 4 മണി കാപ്പി കുടിക്കുന്ന സമയം, ആ ഒരു സമയത്ത് നല്ല തിരക്കാണ്. അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ വഴിയൊക്കെ പോകുമ്പോൾ നല്ല തിരക്കാണ്. വൈകുന്നേരങ്ങളിൽ വന്നാൽ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്ത പോലെ ഇവിടെ തിരക്കാണ്. ഇതിനകത്തോട്ടും കയറാനില്ല. ഇപ്പോൾ തന്നെ തിരക്കുന്നുണ്ട്. ഇപ്പം മണി 12 ആയതേ ഉള്ളൂ. 12 ആയപ്പോൾ തന്നെ തിരക്കായി അല്ലേ? ചെന്നൊരു കാർട്ടൂണിസ്റ്റായ സംരംഭകനാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ബോർഡ്, ഈ വിലവിവര പട്ടിക എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് പോലെ ഒന്ന് വരയ്ക്കാനൊക്കെ താല്പര്യമുള്ളവർ വരുന്നവർക്ക് ഒന്ന് വരയ്ക്കാനൊരു സൗകര്യമായിട്ടൊരു ബോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചൂടെ? ആലോചിച്ചിട്ട് അങ്ങനെയാണ് ഒരു ബോർഡും കൂടെ ചെയ്യാം. വരയ്ക്കാൻ താല്പര്യമുള്ളവർ വന്ന് വരയ്ക്കുകയൊക്കെ ചെയ്യട്ടെ. കാർട്ടൂണിസ്റ്റായി നിന്നിട്ട് പിന്നീട് ഇപ്പോൾ ഒരു സംരംഭകനായി. ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് ഇങ്ങനെ ഒരു കട നടത്തുന്നുണ്ട്, സ്വന്തമായിട്ടൊരു കട നടത്തുന്നുണ്ട്. അപ്പം എന്ത് തോന്നുന്നു ഇപ്പം ആൾക്കാർ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ അതിപ്പോൾ സന്തോഷം വേറെ?
അത് ശരി. എന്ന് മാത്രമല്ല നമ്മളോട് വരുമ്പോൾ നമ്മളോടാണെങ്കിലും ചോദിച്ചിട്ടുണ്ട് കാപ്പിയൊക്കെ തന്നിട്ട് എങ്ങനെയുണ്ട് കാപ്പി എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ആളുകളുടെ feedback അന്നേരം നമ്മൾ അറിഞ്ഞെങ്കിൽ ചീത്തയാണെങ്കിൽ ചീത്തയാന്ന് തന്നെ പറയാം. അത് ശരി, കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നാകാൻ പറ്റും. നന്നാക്കാൻ പറ്റുമോ? അത് ശരി. അല്ല നല്ലതെന്ന് പറഞ്ഞിട്ട് പോയിട്ട് സാധനം കഴിക്കാൻ പിന്നെ അവർ വരാതിരിക്കുന്നത് നല്ലതാണ്. ചീത്തയാണ് ചീത്തയാന്ന് തന്നെ പറഞ്ഞു. അന്നേരം ചോദിച്ച് ഫീഡ്ബാക്ക് എടുക്കുക അല്ലേ? അതുകൊണ്ടാണ് നമ്മളിത്രയും ഈ രീതിയിലേക്ക് വന്നത്. നല്ല സാധനങ്ങൾ വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതിനിടയ്ക്ക് വേറെ എന്തൊക്കെയോ ഷെയ്ക്ക്, ജ്യൂസ്, അങ്ങനെ ഫ്രഷ് ജ്യൂസ്, അങ്ങനെ കുറേ സംഭവങ്ങളോട് തുടങ്ങിയായിരുന്നല്ലേ? ഓക്കെ. അത് എന്താ അതിനും ഡിമാൻഡുണ്ട്? രാവിലെ മുതലേ ഉള്ളത് കൊണ്ട് അല്ലേ? ഉച്ച സമയത്ത് ചെറുകടിക്കാണ് കൂടുതലും. ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ഒരു കണക്ക് പറയാനുണ്ട്, ഒരു ശരാശരി കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര പഴംപൊരി അല്ല ഇത്ര ബോണ്ട അങ്ങനെ ഒരു കണക്ക് ഉണ്ടോ? അങ്ങനെയില്ല, കാരണം ഓരോന്നും കൂടിയും കുറഞ്ഞു അല്ലേ? എങ്ങനെ ഇത് ഉണ്ടാക്കാൻ പഠിച്ചതും ഒക്കെ? ഇത് ഞാനൊരു മിക്സർ പക്കാവട ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ ഒരു 5-8 കടക്കാരുമായിട്ട് പരിചയമാണ്. അപ്പോൾ അതിനകത്തൊരു 3-4 പേരെ വിളിച്ച് അവരെ കൊണ്ട് അവരുടെ അടുത്ത് ചെന്ന് പഠിച്ചതാണ്. അത് ശരി. അവരോട് തന്നെ പഠിച്ചു. അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ചെന്ന് ഒരു 4-5 പേരോളം. എന്തായാലും അത് നമുക്കൊരു സ്വയം തൊഴിലിന് വഴിയായി അല്ലേ? അത് ശരി. ഇപ്പം വെളുപ്പിന് 5 മണിക്ക് വരെ പോയി അവരുടെ കടയിൽ ചെന്ന് പഠിച്ചു. അത് ശരി. ഇപ്പം സംതൃപ്തനാണ് അല്ലേ? ഇവിടുത്തെ ഈ പലഹാരങ്ങളിലെ ചേട്ടൻ്റെതായിട്ടുള്ള ചില സിഗ്നേച്ചർ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്നതായിട്ട് കേട്ടായിരുന്നു. അത് എന്തൊക്കെയാണ്? ഏതാണ്ട് പ്രത്യേക ചേരുവകളൊക്കെ ചേരുന്നുണ്ടല്ലോ. അതെന്തൊക്കെയാണ്? ഉണ്ണിയപ്പത്തിനകത്ത് ചേരുന്നതിനെക്കാട്ടി കൂടുതൽ സാധനങ്ങൾ അതിനകത്ത്, അതുകൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം. എന്തൊക്കെയാണ് ചെയ്തത് ഉണ്ണിയപ്പത്തിനകത്ത്? കടല ചേർക്കുന്നുണ്ട്. എല്ലാവരും ചേർക്കുന്നില്ലായിരിക്കും. അത് ഉണ്ണിയപ്പത്തിന് അത് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയല്ലായിരിക്കും. പക്ഷേ എന്നാലും അതിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. കടലയുണ്ട്, പൈനാപ്പിളുണ്ട്, പഴം അരിഞ്ഞിടുന്നുണ്ട്, അരിച്ചും ചേർക്കുന്നുണ്ട്. വേറെ കിട്ടാത്ത ഒരു ടേസ്റ്റ് വരും. അപ്പം ശരിക്കുള്ള പ്യുവർ ഉണ്ണിയപ്പാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ലായിരിക്കാം. പക്ഷേ ആൾക്കാർ 100% അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ആളുകൾക്ക് ഇതുപോലെ ഒരു വേറിട്ട ടേസ്റ്റ് ഒക്കെ അല്ലേ? ടേസ്റ്റ്. ഉള്ളിയോടക്കകത്ത് ബീറ്റ്റൂട്ട്, സാധാരണ ഉള്ളിയോടെ സവോളയല്ലേ ഉള്ളി ആയിരിക്കും, അതിൻ്റെ കൂടെ ബീറ്റ്റൂട്ടും കൂടെ അരിഞ്ഞിട്ട് അപ്പം ആ ഇടയ്ക്ക് വേറൊരു ടേസ്റ്റ് കൂടെ കയറി വരും. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. എൻഹാൻസ് ചെയ്യാൻ ചേട്ടൻ്റെതായ സംഭാവനകളുണ്ട്. അതെ അല്ലേ? ശരി. ഓരോ ദിവസം ശരിക്കും പറഞ്ഞാൽ അത് പരീക്ഷണങ്ങൾ തന്നെയാണ്. ഇതുവരെ തീർന്നിട്ടില്ല. ഒന്ന് ഇപ്പം നമ്മളൊന്ന് ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചോദിക്കും അവരോട്. ഇപ്പം ഈ മാഷ് പറഞ്ഞാൽ തന്നെ ആൾക്കാരോട് വന്ന് അഭിപ്രായം ചോദിക്കുക, എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ? ചിലർ പറയും കുഴപ്പമില്ല, ചിലർ പറയും അത് വേണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെയും ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഒരിക്കലും ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ഭൂരിപക്ഷം നോക്കുക എന്നുള്ളത്. നമുക്ക് എത്ര ജീവനക്കാർ, ചേട്ടനെ കൂടാതെ ജീവനക്കാർ എത്ര പേരാണ് ഉള്ളത്? 2 പേര്. 2 പേര്. അവരാരൊക്കെയാണ്? ഒരാള് ലൈല ചേച്ചി. ലൈല ചേച്ചി. ഒന്ന് ഗീത ചേച്ചി. എല്ലാവരും നാട്ടുകാർ തന്നെ, എന്നെക്കാട്ടി ആത്മാർത്ഥമായിട്ടുണ്ട്. അപ്പോൾ അവരാണ് ചേട്ടൻ്റെ കരുത്ത് അല്ലേ? ശരി. നമുക്കറിയാം അവർ നാട്ടുകാരും കൂടി ആയതുകൊണ്ട് നാട്ടിൽ നല്ല ബന്ധങ്ങളാണ് അവർക്ക്. എന്നെക്കാട്ടി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു. കാർട്ടൂണിസ്റ്റായ സംരംഭകൻ്റെ വിശേഷങ്ങൾ കണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കഫേ കദളിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഈ കേട്ട ആളുകൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാൾ ഞാനിവിടെ പുതിയതാണെന്ന്. ഞാനിത് തുടങ്ങിയ കാലം മുതലേ ഈ വഴിക്ക് പോകുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു നേരത്ത് കയറി കാപ്പിയോ ചായയോ പഴംപൊരിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകുന്ന ഒരാളാണ്. അന്ന് മുതൽ തന്നെ നമുക്ക് തോന്നിയ ഒരു കാര്യം, ഏതൊരു പ്രസ്ഥാനവും തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ചും ഭക്ഷണം വിളമ്പുന്ന ഏത് സ്ഥാപനം തുടങ്ങുമ്പോഴും ഒരു വലിയ വൃത്തിയും കാര്യങ്ങളും ഒക്കെ കാണിക്കും. പിന്നീട് പോകെ അതിലേക്ക് ഒരു ഉദാസീനത വരുന്നതാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഇവരെ ഒരു 4 വർഷം തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇപ്പോഴും മറ്റേ ഹെഡ് ക്യാപ്പും ഒക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് അന്തരീക്ഷവും പരിസരവും എല്ലാം നല്ല വൃത്തിയായിട്ട് പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പാചകം ചെയ്യുന്നതും വിളമ്പുന്നതും ഒക്കെ തന്നെ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയത്ത് നിന്ന് പാമ്പാടിയിലേക്ക് പോകുന്ന വഴി അണ്ണാടി വയലിനും 7-ാം മൈലിനും ഇടയ്ക്ക് ആണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കഫേ കദളി എന്നാണ് കടയുടെ പേര്, അനിൽ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പം നമുക്ക് മറ്റൊരു വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.